ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ധൻസാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പച്ച ചീര വെച്ചിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും ഇത്. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചില വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ രുചി ഇരട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചീര തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നല്ല കഴുകി വൃത്തിയാക്കിയ കുറച്ച് ചീര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കെട്ട് ചീരയാണിത്. ഇത് ഞാനൊരു 10 മിനിറ്റോളം നല്ല വെള്ളത്തിൽ, അതായത് വിനാഗിരിയൊക്കെ ചേർത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇനി നമുക്കിത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിത് കുറച്ച് ഭാഗം കൈമിൽ ഇതുപോലെ പിടിച്ചിട്ട് പിന്നെ രണ്ട് ഇതായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞ് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് അരിയുന്നതായിരിക്കും നല്ല ചെറിയ സ്ലൈസ് പോലെ അരിയാൻ വേണ്ടിയിട്ട് എളുപ്പമായിട്ടുണ്ടാകുക. പക്ഷേങ്കിൽ ഇതാ ഞാൻ ഇതുപോലെയാണ് ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മളെ ചീര ഇതാ നല്ല ചെറിയ പീസായിട്ട് എനിക്ക് പറ്റുന്നിടത്തോളം മാക്സിമം ചെറിയതായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞത്, ചെറുതായി അരിഞ്ഞത് തന്നെയാണിത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കുറഞ്ഞ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു കുറച്ച് മുളക് പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ തിരുമ്മി യോജിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതുപോലെ ഒന്ന് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതിയാകും. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ അമ്മ ഇതുപോലെ പച്ചക്കറികളൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് അരിയുന്നത്. അപ്പോൾ നല്ല ചെറിയ പീസായിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ ഒന്ന് തോരനൊക്കെ ആക്കുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും കഴിക്കാൻ. അപ്പോൾ നമുക്കിതൊന്ന് തോരനാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്ന ചേരുവ എന്ന് പറയുന്നത് ഒരു 2 കായ്മുളക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരി ഇതുപോലെ നിങ്ങളൊന്ന് ചേർത്ത് നോക്ക്, നല്ല ടേസ്റ്റിയാണ് നമ്മളെ ഇതുപോലെയുള്ള ഇലക്കറികളൊക്കെ വറുക്കുന്ന സമയത്ത്. അപ്പോൾ അരി ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് മൂത്ത് വരണം. ആ ഒരു സമയത്താണ് നമ്മൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പില ആദ്യം ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ അരി ആദ്യം നിങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് മൂത്ത് വരണം. എന്നിട്ട് മാത്രമേ നമ്മൾ ഇനി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഒരു 2 വെളുത്തുള്ളി ഞാനിത് ഒന്ന് ചതക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ പ്രത്യേകിച്ച് ഇലക്കറിയിലൊക്കെ ഇതുപോലെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ അരി ഇട്ടിട്ടൊന്ന് മൂത്തതിന് ശേഷം മാത്രമേ ഈ വെളുത്തുള്ളി ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അരി നന്നായിട്ടൊന്ന് പൊട്ടി വരില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചീര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം അടിയിൽ നമ്മളെ വെളിച്ചെണ്ണയും നമ്മളെ വെളുത്തുള്ളിയും വറ്റൽമുളകും ഒക്കെ ഇല്ല. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് നമ്മളെ ഈ ചീരയായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടണം. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ കടുവൊന്നും ഞാൻ ചേർക്കുന്നില്ല. കടുക് ആവശ്യമുള്ളവർക്ക് ചേർക്കുക. അതുപോലെ ഉള്ളിയും സ്കിപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. കാരണം എൻ്റെ അമ്മയൊന്നും ഉണ്ടാക്കുമ്പോൾ അമ്മ ഉള്ളിയൊന്നും ചേർക്കാറില്ല. അതിന് നമുക്ക് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടെ ഇതുപോലെ ഒന്ന് മൂടി തുറന്നിട്ട് നോക്കുക. അപ്പോൾ നമുക്കറിയാം ഇതിലൊന്നും വെള്ളം നമ്മൾ ചേർക്കാൻ പാടില്ല. അപ്പോൾ അതുപോലെ കുക്കിംഗ് ആദ്യമായി പഠിക്കുന്നവരൊക്കെ ചിലപ്പോൾ വെള്ളമൊക്കെ ചേർക്കുന്നുണ്ടാവും. നമ്മൾ ഇതുപോലുള്ള ഇതൊന്നും ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർക്കരുത്. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ എത്രത്തോളം ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണ് ഇതുപോലുള്ള ഇലക്കറികളൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇടയ്ക്കിടെ നമ്മൾ ഇതുപോലെ മൂടി തുറന്നിട്ടൊക്കെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക, അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ ചീരയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും, അതുകൊണ്ട് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാകാൻ പറ്റുന്ന ഒരു തോരനാണിത്. നമുക്കൊരു 5-10 മിനിറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. പക്ഷേങ്കിൽ മുറിച്ചെടുക്കാനുള്ള ഒരു പാട് മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ നമ്മളിതാ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഭാഗത്തോട്ടൊക്കെ വറവ് എന്നാണ് പറയുന്നത്. പല സൈഡിലും തോരനും ഉപ്പേരി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചീര തോരൻ ഇവിടെ നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ചുവന്ന ചീര വെച്ചിട്ടും വറവ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് പച്ചച്ചീര ആയാലും ചുവന്ന ചീര ആയാലും നമുക്ക് ചോറിൻ്റെ കൂടെ ഞാനൊക്കെ വെറുതെയാണ് കഴിക്കാറ്. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ പണ്ട് കുട്ടിക്കാലത്തൊക്കെ പച്ചച്ചോറിൽ ചുവന്ന ചീരയൊക്കെ നല്ല ചുവന്ന കളറിൽ ചോറായിട്ട് കഴിക്കാറുണ്ടാവുമല്ലോ നിങ്ങളൊക്കെ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മക്കൾക്കൊക്കെ ഇഷ്ടമാവുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. പ്രത്യേകിച്ച് നിങ്ങൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പാകം ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഹെൽത്തി ആയിട്ടുണ്ടാകുക. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്